വയനാട് മാനന്തവാടിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയോടെയാകും ഇന്നത്തെ ദൌത്യം. മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും തിരച്ചിലിന്റെ ഭാഗമായുണ്ട്. കടുവ ഭീതി വർദ്ധിച്ചതോടെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. 48 മണിക്കൂർ നേരത്തേക്ക് ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നും കടകൾ അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട്. പരീക്ഷകൾക്ക് പോകേണ്ട വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്തും. കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചാരത്തിനും വിലക്കുണ്ട്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, വളരെ നിർണായകമായ ഒരു ദൗത്യമാണ് ഇന്ന് നടക്കുക. നമുക്കറിയാം, ഇന്നലെ ജയസൂര്യ എന്നൊരു ഉദ്യോഗസ്ഥനെ കടുവ ആക്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പഴുതടച്ച ഒരു സുരക്ഷ ഒരുക്കി എല്ലാ തരത്തിലും കടുവയെ പിടികൂടാനുള്ള മാർഗങ്ങൾ തന്നെയാകും അവലംബിക്കുക. ഇന്ന് എപ്പോഴാണ് ഈ ദൗത്യം തുടങ്ങുക? എന്തൊക്കെ പുതിയ മാർഗങ്ങളാണ് അവലംബിക്കുക? ജയലക്ഷ്മി, തീർച്ചയായിട്ടും അതായത് കടുവയെ ഏതു വിധേനയും പിടികൂടുക എന്ന ഒരു ദൗത്യവുമായി ഇന്നും ദൗത്യസംഘം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുകയാണ്. തീർച്ചയായിട്ടും ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ ഇന്ന് കർഫ്യൂ ഉള്ള ഒരു ദിവസം കൂടെയാണ്. പ്രധാനമായിട്ടും ഈ പഞ്ചാരക്കൊല്ലി മേഖല അത്രത്തോളം കടകളോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല, പക്ഷേ ജനവാസ മേഖലയാണ്. ഈ ക്യാമ്പ് ഓഫീസിന്റെ പരിസരത്തുമൊക്കെ നിരവധി വീടുകളും ഒക്കെ സ്ഥിതി ചെയ്തൊരു മേഖലയാണ്. പക്ഷെ അത്രത്തോളം കടകളോ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു മേഖലയോ പ്രദേശമോ ഇതല്ല. പക്ഷെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് പ്രകാരം തന്നെ ഇവിടെ ഈ കടുവ ഇറങ്ങിയത് മുതൽ നിരവധി ആളുകൾ പ്രതിഷേധത്തിനുമൊക്കെയായി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഇന്നലെ ഒരു ജാഗ്രതാ നിർദ്ദേശം പോലെ കർശന നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം അവർ പാലിക്കുമെന്ന ഒരു ഉറപ്പിൽ തന്നെയാണ് ഇപ്പോൾ വനപാലകരും ഉദ്യോഗസ്ഥരും എല്ലാം ഉള്ളത്. പ്രധാനമായിട്ടും ഇന്നലെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാനിന്റെ പ്രകാരമാണ് ഇന്ന് ദൗത്യസംഘം ഇറങ്ങുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെയും ഇന്നലെ അരുൺ സക്രിയുടെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള സംഘമെല്ലാം പറഞ്ഞത് പ്രകാരം കടുവയെ കണ്ടുകിട്ടിയാൽ ഒരുപക്ഷെ വെടിവെച്ച് കൊല്ലുക എന്നൊരു ദൗത്യവുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ RRT അംഗത്തെ ആക്രമിച്ച തറാട്ടിൽ എന്ന ഭാഗത്തും അതുപോലെ തന്നെ രാധയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ആ ഭാഗത്തുമെല്ലാം ഇപ്പോഴും ആ കൂട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പഞ്ചാരക്കൊല്ലിയുടെ വിവിധ മേഖലകളിൽ വിവിധ സംഘങ്ങളായി ദൗത്യസംഘത്തെ തിരിച്ച് RRT ഒരു ടീം, അതുപോലെ തന്നെ പ്രത്യേകം സജ്ജമാക്കിയ ഷൂട്ടർമാർ, പ്രത്യേക പരിശീലനം നേടിയ ഷൂട്ടർമാർ, കൂടുതൽ തോക്കുകൾ, ഈ ഇത്തരത്തിലുള്ള ആയുധങ്ങളുമൊക്കെ ആയിട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും തിരച്ചിൽ മേഖലകളിലേക്ക് സംഘത്തെ നിയോഗിച്ച സംഘത്തെ, ഈ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാടടച്ച തിരച്ചിൽ, ആ തിരച്ചിലിനൊടുവിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യുക, ആ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുകിട്ടിയാൽ ഉടനെ തന്നെ കടുവയെ വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ള ദൗത്യം തന്നെയാണ് അവരുടെ മുൻപിൽ പ്രധാനമായിട്ടുമുള്ളത്. ഇന്നലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതുപോലെ തന്നെ അത്രത്തോളം ആരോഗ്യമുള്ള കടുവയല്ല അവർക്ക് ഇന്നലെ ചിത്രങ്ങളിൽ നിന്ന് കണ്ടത്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് പ്രകാരം അത്രത്തോളം ആരോഗ്യമുള്ള കടുവയല്ല എന്നൊരു സ്ഥിരീകരണം അവരുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് ഡേറ്റാബേസിലുള്ളതാണോ എന്നൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കർണാടക ടൈഗർ റിസർവിനോടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പരിധിയിലുള്ളതാണോ, അവരുടെ രേഖയിലുള്ളതാണോ എന്നൊക്കെ അവർ പരിശോധിക്കുന്നുമുണ്ട്. അത് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഇവിടെയുള്ള ഡാറ്റാബേസിലെ കടുവകളുടെ ചിത്രവും അതുമായി ബന്ധപ്പെട്ട രൂപസാദൃശ്യങ്ങളും എല്ലാം തന്നെ ഈ കടുവയുടേതുമായിട്ട് മാനുവലായിട്ട് ചെക്ക് ചെയ്യുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പരിശോധനയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് പ്രത്യേക പരിശീലനം നേടിയ ഷൂട്ടർമാർ, അതോടൊപ്പം തന്നെ കമാൻഡോകൾ, നിലവിലെ ഒരു സംഘം കൂടാതെ അതോടൊപ്പം തന്നെ പ്രത്യേകം സജ്ജമാക്കിയ മറ്റൊരു സംഘം. ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. വയനാട്ടിലെ ഒരു കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ദൗത്യസംഘം ക്യാമ്പ് ഓഫീസിൽ തന്നെ ഇപ്പോഴുണ്ട്. അല്പസമയം കൂടെ കഴിഞ്ഞാൽ പഞ്ചാരക്കൊല്ലിയുടെ വിവിധ മേഖലകളിലേക്ക്, അതായത് കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ സാധ്യതാ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവരെ വിന്യസിച്ചുകൊണ്ട് പ്രത്യേകം പ്ലാൻ തയ്യാറാക്കി ഇവരെ വിന്യസിച്ചുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ അത് കണ്ടതുമാണ്. കാരണം ഇന്നലെ രാവിലെ ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക, അതായത് 20 അംഗ RRT സംഘവും 8 അംഗങ്ങൾ ഉൾപ്പെടുന്ന 8 മറ്റൊരു സംഘവും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ടീമിനെ നിയോഗിച്ച് പറഞ്ഞയച്ചപ്പോഴാണ് RRT അംഗത്തിന് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് കൂടുതൽ അതായത് ഈ കടുവ ഇവിടെ ഉണ്ട്, അതായത് അത് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ പ്ലാൻ മാറ്റണം, ആക്ഷൻ പ്ലാൻ, പുതിയ പ്ലാൻ തയ്യാറാക്കണം എന്ന രൂപത്തിൽ തന്നെയാണ് പുതിയൊരു സംഘത്തെ കൂടെ രൂപീകരിക്കുന്നത്. അതൊരു പ്രത്യേക പരിശീലനം നേടിയ 30 അംഗ പ്രത്യേക ടീം എന്നായിരുന്നു നമ്മളോട് വ്യക്തമാക്കിയത്. ആ രീതിയിൽ തന്നെയാണ് ഇന്നും കാര്യങ്ങൾ നീക്കുന്നത്. ഷാർപ്പ് ഷൂട്ടർമാർ എന്ന് അവർ പ്രത്യേകം
പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ പരിശീലനം നേടിയവരെ തന്നെയാണ് ഇതിന് നിയോഗിച്ചിരിക്കുന്നത്. ആ ദൗത്യം ആ രൂപത്തിൽ തന്നെ ഇന്ന് നടക്കുമെന്നാണ് കരുതുന്നതും. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് പ്രധാനമായിട്ടും ഇന്നലെയും മിനിയാന്നും ഒക്കെ നമ്മൾ കണ്ട രൂപത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രതിഷേധത്തെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ പോലീസ് സംഘവും ഇന്ന് ഈ സ്ഥലത്തുണ്ട്. കാരണം ഇന്നലെയൊക്കെ പ്രതിഷേധമുണ്ടായപ്പോൾ ആളുകൾ വലിയ രീതിയിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രനൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ ആൾക്കൂട്ടം പ്രതിഷേധക്കാരെല്ലാം ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കാനാണ് ഇന്ന് പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇന്നലെ ഈ സ്ഥലത്ത് വന്ന് രാധയുടെ കുടുംബങ്ങളെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ 48 മണിക്കൂറാണ് ഈ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതൊക്കെ വാർഡുകളിലാണ് ഈ കർഫ്യൂ ഉള്ളത്? ജനങ്ങൾ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ? ഇന്ന് രാവിലത്തെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനങ്ങൾ ഈ കർഫ്യൂവിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടമോ രാവിലെ ആയതുകൊണ്ടുമാവാം ആ തരത്തിലുള്ള ആൾക്കൂട്ടമോ മറ്റോ നമുക്ക് ഇവിടെ കാണാനാവുന്നില്ല. പക്ഷേ ഓരോ സമയത്തും ഇപ്പം ഇന്നലെയൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം, ഓരോ ഭാഗത്ത് കടുവയെ കണ്ടു. മിനിയാന്നും വൈകിട്ട് ഒരു 6 മണിയോടെയൊക്കെ ഒരു ഭാഗത്ത് കടുവയെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ആ രീതിയിലേക്ക് പ്രതിഷേധവുമായി റോഡിലിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ തരത്തിലുള്ളതൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് കടുവയെ കാണുകയോ ആളുകളെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയോ ചെയ്താൽ ഒരു പക്ഷേ ആളുകൾ പ്രതിഷേധവുമായി എത്താനൊക്കെ സാധ്യതയുമുണ്ട്. തള്ളിക്കളയാനാവില്ല. എന്തായാലും കർഫ്യൂ നിലനിൽക്കുന്നത് കൊണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്ത് അവർക്ക് കൊടുത്ത ഉറപ്പിൽ നമ്മൾ ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു കടുവയെ കണ്ട നിമിഷം തന്നെ വെടിവെച്ച് കൊല്ലും എന്നുള്ളതാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് തങ്ങൾ സമരം പിൻവലിക്കുന്നത്. അതേസമയം വീണ്ടും ഇതിന് എതിരായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും ഇംതിയാസ് പറഞ്ഞതുപോലെ തന്നെ ആ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കടുവയെ പിടികൂടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു വളരെ നിർണായകമായ ഒരു മിഷൻ തന്നെയാകും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല, അല്ലേ ഇംതിയാസ്? തീർച്ചയായിട്ടും. അതായത് ദൗത്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല. ഏതു വിധേനയും കടുവയെ കീഴ്പ്പെടുത്തുക, അതിനെ പറ്റിയാൽ കൊല്ലുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ തന്നെ കൺമുന്നിൽ കണ്ടാൽ വെടിവെച്ചു കൊല്ലുക എന്ന രൂപത്തിൽ തന്നെയാണ് ആ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ സങ്കീർണമായ ഉത്തരവുകളും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം ഒരു അത്തരത്തിൽ ഷെഡ്യൂൾഡ് 1-ൽ വരുന്ന ഒരു മൃഗമായതുകൊണ്ട് തന്നെ അതിനെ വെടിവെച്ചു കൊല്ലുമ്പോൾ അതിൻ്റെതായ നൂലാമാലകളൊക്കെ അനവധിയുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കേണ്ടതില്ല. അതൊക്കെ കാണാം, നമുക്ക് മുന്നോട്ട് കാണാം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഈ ദൗത്യ സംഘത്തിന്റെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘത്തിന്റെ നീക്കം. അങ്ങനെയാണെങ്കിൽ കൺമുന്നിൽ കണ്ടാൽ നമുക്ക് വെടിവെച്ച് കൊല്ലാമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. അതായത് ഈ RRT അംഗമായിട്ടുള്ള ജയസൂര്യയെ ആക്രമിച്ച സ്ഥലത്തേക്ക് ഈ സംഘം ഒന്നാകെ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇതിന്റെ സഞ്ചാരപഥം വലിയ രീതിയിൽ മാറുന്നു, റഡാർ പരിധിയിൽ പോലും നിൽക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അവർ ഈ ദൗത്യ സംഘം പറഞ്ഞിരുന്ന ഒരു കാര്യം. അതായത് വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പിന്നീട് ഇവർ നിരന്തരമായിട്ട് ഇതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് അത്രത്തോളം ഈ അനിമൽ വീക്കാണ്, അത്രത്തോളം ആരോഗ്യവാനായ ഒരു കടുവയല്ല എന്നുള്ള ഒരു കാര്യവും ഇവർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ സാന്നിധ്യം പഞ്ചാരക്കൊല്ലിയുടെ വിവിധ മേഖലകളിലായിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അതിനെ വളരെ പ്രതീക്ഷയും അവർക്കുണ്ട്. കാരണം എത്രയും വേഗത്തിൽ പിടികൂടാനുള്ളൊരു സാധ്യതയും ഈ ദൗത്യസംഘം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഷൂട്ടർമാരടങ്ങുന്ന ഒരു സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന RRT സംഘത്തോടൊപ്പം തന്നെ ഒരു 30 അംഗം പ്രത്യേക ടീമിനെയും ഒക്കെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുമുണ്ട്. കൂടുതൽ തോക്കുകളടക്കമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ അടക്കം ഇറക്കിയുള്ള ഒരു തിരച്ചിലാണല്ലോ ഇന്നുള്ളത്. എപ്പോഴാണ് കുങ്കിയാനകളെ നിരത്തുക? കാരണം ഈ ഒരു ദൗത്യം ഇന്ന് വിജയിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. ഈ മിഷൻ നിർണായക ഘട്ടത്തിൽ തന്നെയാണ്. കാരണം ജനങ്ങൾ എത്രമാത്രം പ്രതീക്ഷയിലും ആകാംക്ഷയിലും തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് കടുവയെ പിടികൂടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാകുമല്ലേ ദൗത്യ സംഘം ഏറെ പണിപ്പെട്ടാണെങ്കിലും എന്ത് ചെയ്താണെങ്കിലും ഇന്ന് കടുവയെ പിടികൂടും എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നത്.
കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. നേരത്തെ തന്നെ സുരേന്ദ്രൻ, വിക്രം എന്നീ കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിരുന്നു. ഇന്നലെ അത് തിരച്ചിലിന് വേണ്ടിയിട്ട് ഈ തറാട്ടിൽ ഭാഗം വഴി ഈ കുങ്കിയാനകളെ തിരച്ചിലിന് വേണ്ടിയിട്ട് ഇന്നലെ എത്തിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതുമാണ്. അതൊരു പക്ഷേ കൂടുതൽ സഹായകരമാകുമെന്നാണ് കരുതുന്നത്. കാരണം കുങ്കിയാനകൾ ഇറക്കി തിരിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇവർ ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച്, അതായത് ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുങ്കിയാനകളെ ഇറക്കിക്കൊണ്ടും ഒരു തിരച്ചിൽ നടത്തുമ്പോൾ ഒരു പക്ഷേ വേഗത്തിൽ ഈ കടുവയുടെ സാന്നിധ്യം എവിടെയാണ് എന്നൊക്കെ ഒരു പക്ഷേ കൃത്യമായി കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യ സംഘത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. അതാണ് അവർ അതുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ക്യാമ്പ് ഓഫീസിൽ ഈ സംഘമുണ്ട്. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ദൗത്യത്തിനായി അവർ ഈ പഞ്ചാരക്കൊല്ലിയുടെ വിവിധ മേഖലകളിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ക്യാമ്പ് ഓഫീസിലേക്ക്. ഈ ദൗത്യം വളരെ നിർണായകമാണ്. മിഷൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള അതീവ ശ്രമത്തിൽ തന്നെയാണ് ദൗത്യ സംഘം. അതിന് വിവരസാങ്കേതിക വിദ്യയുടെയും അതേപോലെ തന്നെ ഷാർപ്പ് ഷൂട്ടർമാർ, ഇങ്ങനെ എല്ലാ തരത്തിലും ഈ കടുവയെ പിടികൂടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത്.